നമുക്ക് നല്ലൊരു ചക്കപ്പഴം അരിപ്പായസം ഉണ്ടാക്കിയാലോ? നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ? അപ്പോൾ ചക്കപ്പഴം ചെറുതായിട്ടൊന്ന് നുറുക്കിയെടുക്കുക, നെയ്യ് ഒഴിക്കുക, അതിലേക്ക് അതൊന്ന് വേവിക്കാൻ ഇട്ട് കൊടുക്കുക. ഒരു 5 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കഴിയുമ്പോഴത്തേനും അത് വെന്ത് വരും. പഴുത്ത ചക്കപ്പഴമല്ലേ. പിന്നീട് ഒരു 1/4 കപ്പ് ശർക്കര പാനി ഒഴിക്കുക. മധുരം ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് കേട്ടോ. ചക്കപ്പഴത്തിന് നല്ല മധുരം ഉണ്ടെങ്കിൽ കുറച്ച് ശർക്കര പാനി മതി. പിന്നീട് നന്നായിട്ട് ഇളക്കി അതിനെ മിക്സ് ചെയ്തതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന അരി, 2-ാം പാലിനകത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന അരി, കുറച്ച് 2-ാം പാൽ ഒഴിച്ചാണ് ആ അരി വേവിച്ച് വെച്ചിരിക്കുന്നത്. ആ അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും പിന്നീട് ബാക്കി വന്നിരിക്കുന്ന 2-ാം പാലും കൂടെ ചേർത്ത് ഇതിലേക്ക് ഇതൊഴിച്ചു കൊടുക്കുക കേട്ടോ. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട്. അങ്ങനെ 2-ാം പാലും കൂടി ഒഴിച്ചു കൊടുത്ത് ഒരു മീഡിയം സൈസ് തീയിൽ അതൊന്ന് ശരിക്കും അരിയിലും ചക്കപ്പഴത്തിനും ആ മധുരവും എല്ലാം ഒന്ന് പിടിക്കാനായിട്ട് നന്നായിട്ട് തിളയ്ക്കാൻ വെക്കുക. ഒരു 5 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേനും അത് ചെറുതായിട്ട് കുറുകി വരും. നന്നായി കുറുകി വന്നതിന് ശേഷം നമുക്ക് 2-ാം പാൽ ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കാണുന്നവർ ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങളിന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. മസ്റ്റായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചക്കപ്പഴം അരിപ്പായസം കേട്ടോ. അപ്പം നമ്മുടെ ചക്കപ്പഴം എല്ലാം കുറുകി വന്നു. നമുക്ക് 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 1-ാം പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ തിളയ്ക്കാൻ പാടില്ല, ചെറുതായിട്ട് ആവി വരാനേ പാടുള്ളൂ. ആവി വന്നതിന് ശേഷം നമുക്ക് നെയ്ക്കകത്ത് അണ്ടിപ്പരിപ്പൊക്കെ മൂപ്പിച്ചതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റുള്ള ചക്കപ്പഴം അരിപ്പായസം എല്ലാവരും ട്രൈ ചെയ്യും.